ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പ്രഖ്യാപിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 58 സീറ്റുകളിൽ മത്സരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RJDയും കോൺഗ്രസും ഇത്തവണ മത്സരിക്കുക കഴിഞ്ഞ തവണ മത്സരിച്ചതിനേക്കാൾ കുറഞ്ഞ സീറ്റുകളിൽ ആണ് എന്നുള്ളതാണ് പ്രത്യേകത. കാരണം വികാസ്ശീൽ ഇൻസാൻ പാർട്ടി എന്ന ഒരു പ്രമുഖ പാർട്ടി ഇന്ത്യ മുന്നണിയിൽ എത്തിയതിനെ തുടർന്ന് എല്ലാവർക്കും അവരുടെ സീറ്റുകൾ വിട്ടുകൊടുക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെയുള്ള ഘടകകക്ഷികൾക്ക് സീറ്റ് നൽകുന്നതിന് വേണ്ടി ഇരു പാർട്ടികളും കഴിഞ്ഞ തവണത്തതിനേക്കാൾ കുറഞ്ഞത് 12 സീറ്റുകൾ വിട്ടുകൊടുക്കാൻ പോവുകയാണ്. RJD 130 സീറ്റുകളിലാണ് മത്സരിക്കുകയെന്നാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. പാർട്ടി സ്വയമേവ തന്നെ 130 സീറ്റുകളിൽ മത്സരിച്ചാൽ മതിയെന്ന് നിശ്ചയിക്കുകയായിരുന്നു. കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകളിൽ നിന്ന് 14 സീറ്റുകൾ കുറച്ചുകൊണ്ടാണ് ഇത്തവണ RJD മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ 144 സീറ്റുകളിൽ മത്സരിച്ച RJDക്ക് ഏകദേശം 80-നടുത്ത് സീറ്റുകൾ ലഭിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇത്തവണ കോൺഗ്രസ് 58 സീറ്റുകളിലാണ് മത്സരിക്കുക എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണ 75ഓളം സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് വെറും 19 സീറ്റുകൾ മാത്രമേ നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ. അങ്ങനെയുള്ള കോൺഗ്രസിന് കൂടുതൽ സീറ്റുകൾ നൽകിയത് കൊണ്ട് കാര്യമില്ലെന്നും ജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകൾ മാത്രമാണ് നൽകുക എന്നുള്ളതുമാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ വന്നിരിക്കുന്ന ഒരു മാറ്റം. CPIML ലിബറേഷന് 27 സീറ്റുകൾ നൽകും. അതുപോലെ തന്നെ കഴിഞ്ഞ തവണ മത്സരിച്ച 19 സീറ്റുകളിൽ നിന്ന് 8 സീറ്റുകളാണ് ഇത്തവണ അധികം നൽകുക. കാരണം ആ 19 സീറ്റുകളിൽ 12 സീറ്റുകളും അവർ ജയിക്കുകയായിരുന്നു. അങ്ങനെ ജയത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം ശരാശരി സീറ്റുകളും നേടിയ CPIMLന് ഇത്തവണ കൂടുതൽ സീറ്റുകൾ നൽകണം എന്നുള്ളത് ഇന്ത്യ മുന്നണിയിൽ വന്നിട്ടുള്ള ഒരു മാറ്റമാണ്. അതേസമയം CPIക്കും CPMനും അധികം സീറ്റുകൾ നൽകില്ല. CPI കഴിഞ്ഞ തവണ മത്സരിച്ച 6 സീറ്റുകളിലും CPM 4 സീറ്റുകളിലും തന്നെയാണ് ഇത്തവണയും മത്സരിക്കുക. വികാസ്ശീൽ ഇൻസാൻ പാർട്ടിക്ക് 14 സീറ്റുകളാണ് സഖ്യം അനുവദിക്കുക എന്നാണ് വിവരം. അതായത് CPMനെയും CPIയെയും പിന്തള്ളിക്കൊണ്ട് വികാസ്ശീൽ ഇൻസാൻ പാർട്ടി കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് ബീഹാർ എന്ന സംസ്ഥാനത്തുള്ള സ്വാധീനം വളരെ വലുത് എന്നുള്ളത് നമുക്ക് അനുമാനിക്കാം. ജാർഖണ്ഡ് മുക്തി മോർച്ചയ്ക്കും പശുപതിനാഥ് പരസ് നേതൃത്വം നൽകുന്ന LJPക്കും 2 സീറ്റുകളും നൽകും. LJPയുടെ കാര്യത്തിൽ രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാൻ നേതൃത്വം നൽകുന്ന പാർട്ടിയിൽ നിന്നും വിട്ടിട്ടാണ് ഇദ്ദേഹം കടന്നു വരുന്നത്. അവർ കുടുംബ ബന്ധുക്കളാണ്. അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ തന്നെ വലിയൊരു വിള്ളലുണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ത്യ മുന്നണിയിൽ എടുത്തതും അദ്ദേഹത്തിന് 2 സീറ്റുകൾ നൽകുന്നതും. CPML ലിബറേഷൻ 40 സീറ്റുകളാണ് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നത്. 2020 മികച്ച സ്ട്രൈക്ക് റേറ്റ് മുൻനിർത്തിയാണ് അവർ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടത്. കോൺഗ്രസ് ആവട്ടെ കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്നതിലല്ല, ജയസാധ്യത കൂടുതലുള്ള മണ്ഡലങ്ങളിൽ മത്സരിക്കലാണ് പ്രധാനമെന്ന് നിലപാടും സ്വീകരിച്ചിരുന്നു. അതുപ്രകാരം സുനിൽ കനുകൊല്ലിൻ്റെ നേതൃത്വത്തിൽ 52 സീറ്റുകൾ ജയമുറപ്പ് എന്നുള്ള രീതിയിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഇതോടെയാണ് 75-ൽ നിന്ന് 58 എന്ന സംഖ്യയിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നത്. ഏതായാലും രാഹുൽ ഗാന്ധി നടത്തിയ വലിയ മുന്നേറ്റം, അതുപോലെ തന്നെ തേജസ്വി യാദവിൻ്റെ നേതൃത്വത്തിലുള്ള RJD നയിക്കുന്ന വലിയ മുന്നേറ്റം, ഈ മുന്നേറ്റങ്ങൾക്കെല്ലാം ഇന്ത്യ മുന്നണി വളരെ പ്രാപ്തമായി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സജ്ജമായി കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ NDAയിൽ BJPയും JDUവും തമ്മിൽ തല്ല് നടക്കുന്ന സമയത്ത് ഇന്ത്യ മുന്നണിയുടെ വിജയം സുനിശ്ചിതം എന്നുള്ള നിലയിലേക്ക് പോകുമ്പോൾ കോൺഗ്രസ് 58 സീറ്റ് മതി എന്ന നിലപാടെടുത്തതും ഏറ്റവും വലിയൊരു വിജയ സാധ്യത തന്നെയാണ് ബീഹാറിൽ ഇന്ത്യ മുന്നണിക്ക് കാണുന്നത്.